വന്ന് നമ്മുടെ കർണപുടങ്ങളിൽ വൈബ്രേഷൻ ഉണ്ടാക്കുമ്പോൾ ചെന്ന് തട്ടുമ്പോഴാണ് നമുക്ക് ഈ ശബ്ദമായിട്ട് ഇത് അനുഭവപ്പെടുന്നത്. ഇതാണ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം. ഈ പ്രവർത്തനം അറിയാത്തവർ ഈ സമസ്തയുടെ കൂട്ടത്തിലോ ചെറുപ്പക്കാരിലോ ആരുമില്ല എന്നതാണ് സത്യം. പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്? അങ്ങനെ പറയണം എന്നത് അവരുടെ തീരുമാനമായതുകൊണ്ടാണ്. തീരുമാനിച്ചു പോയില്ലേ, അങ്ങനെ ആയിപ്പോയി. ഇനി മാറ്റാൻ പറ്റാത്തൊരവസ്ഥ. കേരളത്തിലെ പ്രശസ്തമായൊരു കോളേജിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, മഹല്യ ഒരു ബിരുദം കൊടുക്കുന്ന കോളേജ്. ഇപ്പം അടുത്ത് ഏകദേശം ഒരു മാസം മുമ്പുണ്ടായ സംഭവമാണ്. അദ്ദേഹം പ്രശസ്തമായൊരു മാസികയിലെ കർമ്മശാസ്ത്രത്തെപ്പറ്റി ലേഖനം എഴുതുന്ന, തുടർച്ചയായി കർമ്മശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതനാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു മുത്താലിം, ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നു, സ്പീക്കറിൽ കുത്തുബോധിൽ ഓതാൻ പാടില്ല എന്ന് സംസ്ഥാനക്കാർ പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായമെന്ന്. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ കുറച്ചേരം ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സംസ്ഥാനക്കാരിങ്ങനെ ഒരു പൊട്ടന്മാർ, അവരുടെ വിചാരം അവർക്ക് മാത്രമേ സ്പീക്കറിൽ കൊത്തുപോതാൻ പാടില്ല എന്ന് തിരിഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഞങ്ങൾക്ക് അതിൻ്റെ മുമ്പേ അത് തിരിഞ്ഞിട്ടുണ്ട് പറഞ്ഞാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കുട്ടികളും ധരിച്ചു പോയി, എന്താ ഇയാൾക്ക് പറ്റി, ഉസ്താദിന് പറ്റി വിചാരിച്ചിട്ട്. മൂപ്പര് കുറേ നേരം ആലോചിച്ചിട്ട് തിരിയുക. അതിലൂടെ വരുന്നത് ആ സംസാരിച്ചവൻ്റെ ശബ്ദമല്ലാതെ യന്ത്രത്തിൻ്റെ ശബ്ദമാണ് എന്ന് ആർക്കറിയാത്ത ഇവർക്ക് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ എന്ന് ഇയാൾ വീണ്ടും ചോദിച്ചപ്പോൾ കുട്ടികൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഉസ്താദ് അതിൽ കൊത്തുപോതാൻ പാടില്ല എന്ന് നമ്മൾ ആളുകളോട് പറയേണ്ടതല്ലേ? പറഞ്ഞാൽ തടി പടക്കാവും. കൊല്ലം 10-45 കൊല്ലമായി നമ്മളതിൽ ആളുകളെ കൊണ്ട് ഓദിപ്പിച്ചതാ. അതുകൊണ്ട് ഇപ്പം അങ്ങനെ പോട്ടെ. പണ്ട് ഉമ്മ വലിയ താത്ത പറഞ്ഞില്ലേ, കുട്ടികളെ മാർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ ഒരു കുട്ടി ഇരുട്ടത്തോടി രക്ഷപ്പെട്ടു. ആ കുട്ടി അവസാനം പേടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഇനി അവനെ കിട്ടൂല, ബാക്കിയുള്ള കുട്ടികളൊക്കെ കഴിച്ചളിയും പറഞ്ഞ് കഴിച്ചിട്ട് അവസാനം ഞമ്മ എന്താ കാട്ടാൻ ചർച്ച ചെയ്തപ്പോൾ ഉമ്മ പതുക്കെ ജനലിൽ കൂടെ തലയിട്ടിട്ട് പറഞ്ഞത്രേ, ഒന്ന് വാപ്പാനെ പോലെയും കിടക്കട്ടെ എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് സമസ്തയുടെ തീരുമാനം. ഒന്ന് വാപ്പാനെ പോലെ അങ്ങനെ പോട്ടെ എന്ന് വെച്ചിരിക്കുക. അല്ലാതെ അവർക്ക് തിരിയാഞ്ഞിട്ടാണ് ഇന്ന് നമുക്ക് വാദമല്ല. അങ്ങനോട്ട് നമ്മൾ വിചാരിക്കുന്നുമില്ല. അവരുടെ പണ്ഡിതന്മാരൊക്കെ അത് തിരിഞ്ഞവരാണ്, അവർ മനസ്സിലാക്കിയവരുമാണ്. അതുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയ്ക്ക് അവർക്കതൊക്കെ പറ്റും. ആ നിലയിലേ നമ്മളത് കാണേണ്ടതുള്ളൂ. ഒരു വിഭാഗം കേരളത്തിലുണ്ടായ സിവിലൈസേഷൻ അങ്ങനെയാണല്ലോ, ആദ്യം തിരിയാൻ വേണ്ടിയിട്ട് മലയാളത്തിലാക്കി. ഒത്തുമ്പോൾ തിരിയണം എന്ന് ചിലർക്ക് തോന്നി, നല്ല കാര്യം തന്നെ തിരിയണം. അപ്പം തിരിയാൻ മലയാളത്തിലാക്കി. അപ്പോൾ സംസ്ഥക്കാർ വെറുതെ ഉണ്ടായിരുന്നാൽ പറ്റൂലല്ലോ. അവർ അതുപോലെ തത്തബി എന്ന സുനലിനമം കബിലക്കും ഷിബറമ്പി ഷിബർ. അപ്പം നമ്മളൊരു ചാണെന്ന് പോയാൽ പറ്റുമല്ലോ, 1 കിലോമീറ്റർ മുന്നിൽ പോകണം എന്ന് വിചാരിച്ച് കേൾക്കാൻ വേണ്ടി സമസ്ത അത് സ്പീക്കറിലും ആക്കി. കേൾക്കണ്ടേ? അപ്പോൾ പിന്നെ ഏതായാലും മുജാഹിദുകൾ ഞങ്ങളങ്ങനെ പിന്നോട്ട് പോയാൽ ശരിയാവില്ല വിചാരിച്ചിട്ട് എറണാകുളം ജില്ലയിലെ വൈറ്റിലിയിൽ അവർ പള്ളി തുടങ്ങിയപ്പോൾ തന്നെ ചെയ്ത പണി എന്താ? വൈറ്റില ജംഗ്ഷനിൽ താഴത്തെ നിലയിൽ ഷോപ്പിംഗ് കോംപ്ലക്സും മുകളിലെ 3 നിലകളിലായി മസ്ജിദുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലുള്ളവർക്കും ഖുതുബ കാണാനും ശ്രവിക്കാനും സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ്. ഒന്നും കൂടി ഒരു മെച്ചം, കാണും കൂടി ചെയ്യാലോ എന്നാക്കി. ഇത് മുജാഹിദുകളല്ല, ഇപ്പം സമസ്തയിലെ വിവാദ വിഷയം ഇതാണ്. നമ്മളെക്കാൾ ഒരുപടി മുന്നിൽ അവിടെ ചർച്ച നടക്കുകപ്പോൾ TV-യിലൂടെ ഷോർട്ട് സർക്യൂട്ട് TV പിടിപ്പിച്ച് കൊത്തുപോകാൻ പറ്റുമോ പറ്റൂലയോ എന്ന് ചർച്ച നടക്കുക. എന്താ ചർച്ചയുടെ കാരണം? മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിൽ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളായ ഒരു മൂല്യര് എല്ലാ വെള്ളിയാഴ്ചയും ഷോർട്ട് സർക്യൂട്ട് TV ഉപയോഗിച്ച് കൊത്തുപോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിവരം. അതിൽ കൂടിയ ആൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെ എന്നോട് പറഞ്ഞതാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരെ. വ്യക്തിപരമായി വെറുപ്പുകൊണ്ട് പറയല്ല. പക്ഷെ അവർ ഓതുന്നത് ഇപ്പം മൈക്ക് പോരാ, ഷോർട്ട് സർക്യൂട്ട് TV ആക്കിയാൽ കുറച്ചും കൂടി ഉസാറാക്കാൻ പറ്റും. കാണാനും കേൾക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സമസ്തയിൽ ഒരു വിഭാഗം മൂല്യന്മാർ. നമ്മളിപ്പോഴും കേൾക്കാൻ തന്നെ വേണ്ട, ഇപ്പോൾ പറഞ്ഞത് ആകെ കൂടിയിട്ട് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നോടേക്ക് നമ്മൾ പോവുക. പക്ഷെ മാറ്റം ആര് മാറ്റിയിട്ടില്ലെങ്കിലും സ്വയം മാറാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സമസ്തയ്ക്ക് സ്പീക്കർ വേണമെന്ന് വാശിയില്ലാത്തൊരു കാല, തുറന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരാണ്. ഈ ബാങ്ക് ശരിയല്ല, ഈ നിസ്കാരം ശരിയല്ല എന്ന് ഈ വിഭാഗം ശരിക്കും മനസ്സിലാക്കി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവരുടെ അവസ്ഥ, ഘടികാരത്തിൻ്റെ ബാങ്ക് എന്ന വിഷയത്തെപ്പറ്റി റിസാല മാസിക, AP-കാരുടെ പഴയ SSF-ൻ്റെ റിസാല മാസികയിൽ വന്ന ചോദ്യമാണിത്. അതിനവർ ഉത്തരം പറയുന്നത്, നിസ്കരിക്കാൻ ഘടികാരത്തിൻ്റെ ബാങ്ക് പോരാ, ബാങ്കിൻ്റെ ശബ്ദം എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഉയർത്തുക എന്നല്ല അത് സുന്നത്താക്കപ്പെട്ടതിൻ്റെ താല്പര്യം. അഥവാ കേവലം സ്വരം മാത്രമല്ല, അതൊരു വ്യക്തി ചെയ്തു തീർക്കേണ്ട ബാധ്യതയാണ്. വ്യക്തിയുടെ ശബ്ദം തന്നെ കേൾക്കണം, അത് വേറൊരു ശബ്ദം, യന്ത്രശബ്ദം പറ്റൂല. മനുഷ്യൻ വ്യക്തിപരമായി അവൻ്റെ സൃഷ്ടാവിന് ചെയ്യേണ്ട ആരാധനകൾ യന്ത്രങ്ങളെ ഏൽപ്പിച്ചാൽ അവൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നില്ല എന്ന് റിസാല ഫത്വ കൊടുക്കുന്നു. ഇതേപോലെ തന്നെ വേറെ പലർക്കും ഇപ്പതാ ഏറ്റവും പുതിയ
AP വിഭാഗം സമസ്ത മുടിപ്രശ്നത്തെപ്പറ്റി അവരുടെ ലേഖനങ്ങൾ, അവരുടെ പ്രഗത്ഭനായ ഒരു പ്രാസംഗികൻ അബ്ദുസ്സമദ് അൻവരി പുളിയക്കോട് ധീരമായ ഇടപെടൽ എന്ന പേരിൽ ജമിയത്തു ദഅവ മുഈനുസ് സുന്ന ഇറക്കിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് സ്പീക്കർ ഖുത്ബ, വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, പള്ളികളും ഉച്ചഭാഷണിയും AP വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടായി പറയുന്നത്. അവർ മാറില്ലാതെ മാറുകയില്ല. പുതിയ തലമുറയ്ക്ക് മൈക്ക് വേണ്ട. വയസ്സന്മാർ, ഈ നിലവിലുള്ള വയസ്സന്മാരുടെ കാലം കഴിയുന്നോടൊക്കെ സമസ്തക്കാർ മൈക്ക് ഉപേക്ഷിക്കാൻ തയ്യാറാവും. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. അവർക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ വയസ്സന്മാർ സമ്മതിക്കാൻ കിട്ടാ. ഞങ്ങൾ ഹലാലാക്കിയത് നിങ്ങളെന്തിനാ, ഇപ്പോൾ ആറാമാക്കിയത് എന്തിനാ ഹലാലാക്കണം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നിൽക്കുക. പള്ളികളും ഉച്ചഭാഷിണി ലൗഡ് സ്പീക്കർ, ഉച്ചഭാഷിണിയുടെ കൂക്കുവിളി എല്ലാവരും കേട്ടിരിക്കും. ഈ കൂക്കുവിളി ചിലപ്പോഴെല്ലാം ഖുത്ബയുടെ നിർബന്ധ ഘടകമായ ഹംദ്, സ്വലാത്ത് തുടങ്ങിയവയുടെ സമയത്താകാറുണ്ട്. അപ്പോൾ ആളുകളൊന്നും ഈ റുക്നുകൾ കേൾക്കുന്നില്ല. ഇന്നത്തെ ഖതീബുമാരിൽ പലരും ഇതൊന്നും ചിന്തിക്കാത്തതിനാൽ അവർ അർക്കാനുകളെ മടക്കി ഓതാറുമില്ല. ഇതോടെ എല്ലാവർക്കും ജുമാ നഷ്ടപ്പെട്ടല്ലോ. ഇപ്പം നേരം കൊണ്ട് പറയാൻ തിരി മടിയുള്ളത് കൊണ്ട് ഇങ്ങനെ മൂക്ക് പിടിക്കാന്നേ ഉള്ളൂ. ജുമാ നഷ്ടപ്പെട്ടല്ലോ. മുക്രിമാരിൽ അധികം പേരും ഖുത്ബ സമയം ഓപ്പറേറ്റർമാരാണ്. എല്ലാവരോടും അടങ്ങിയിരുന്ന് ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി കൽപ്പിച്ചതിന് ശേഷം അവർ കാരണം അറിയുന്നു. ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും അവർക്ക് ജുമായുടെ പുണ്യം ഈ ഉച്ചഭാഷിണി മൂലം ഇല്ലാതെയാകുന്നു. ഇത് തന്നെയാ സംസ്ഥാനക്കാരും പറയുന്നുള്ളൂ. ഇത് AP-ക്കാരിറക്കിയ പുസ്തകം, ഞങ്ങൾ സ്പോൺസർ ചെയ്തൊന്നുമല്ല. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വയ്ക്കുന്ന ഈ കാഴ്ചപ്പാട് സമൂഹത്തിന് സ്വീകാര്യമല്ല എന്ന് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു, അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് സമസ്താനിയുടെ കാഴ്ചപ്പാട് എന്നതിൽ നിന്ന് സമൂഹം മാറി. മൗലവിമാരിൽ ചിലർ മാത്രമേ മാറാറുള്ളൂ. നോക്ക് നിങ്ങൾ, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. തഴവ മരിച്ചപ്പോൾ അള്ളാഹുത്തആല അദ്ദേഹത്തോടുകൂടി നമ്മെ ഈ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി മരിച്ചപ്പോൾ ചന്ദ്രികയിൽ വന്ന വാർത്തയാണിത്. അതിൽ പറയുന്നത്, തഴവ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകനായ മൗലവി സാഹിബ് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഉച്ചഭാഷിണി സ്ഥാപിച്ചിരുന്നില്ല. പകരം ഓരോ നമസ്കാരത്തിനും സമയമാകുമ്പോൾ സൈറൻ മുഴക്കുകയായിരുന്നു. ബാങ്ക് മൈക്കിൽ കൊടുത്തിരുന്നില്ല. തഴവ സംസ്ഥാനക്കാരനായതുകൊണ്ടല്ല. ഏതാവട്ടെ, അല്ലാഹു തആല ഈ നിലയിൽ നമ്മുടെ സൂഫികളും ഔലിയാക്കളുമായ മഹത്തുക്കൾ, നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ആ നിലയിലാണ് വിഷയത്തെ കണ്ടത്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. ഒരുപാട് കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് പള്ളികൾ, വിദേശ നാടുകളിൽ വരെ സ്പീക്കറിൽ ഖുത്ബയോതാത്ത, സ്പീക്കർ ഖുത്ബ കർശനമായി തടയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പള്ളികൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിലുണ്ട്. ബോംബെയിൽ പോയാൽ കാണാം. അതേപോലെ തന്നെ ആഗ്രയിലെ താജ്മഹാളിനോട് ചേർന്നുള്ള താജ്മഹാൽ കോംപ്ലക്സിൻ്റെ ഉള്ളിലുള്ള പള്ളി, അവിടെ മൈക്കില്ലാതെയാണ് വെള്ളിയാഴ്ചകളിൽ ജുമാ നടക്കുന്നത്. ബാക്കിയുള്ള ദിവസം 50 റുപ്യ കൊടുക്കണം താജ്മഹാൾ കാണാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ. വെള്ളിയാഴ്ച പോയാൽ ടിക്കറ്റ് എടുക്കണ്ട. ടിക്കറ്റ് എടുക്കാതെ താജ്മഹാളിൻ്റെ കോമ്പൗണ്ടിൽ കിടക്കാം, ജുമായ്ക്ക് പങ്കെടുക്കാം. മൈക്കില്ലാത്ത ജുമയും കിട്ടും അവിടെ പോയാൽ. സംസ്ഥാനക്കാരാ, ഞങ്ങൾ തുടങ്ങിയതല്ല. അതേപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന, അദ്ദേഹം ജനറൽ സെക്രട്ടറിയായ അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് താജു ശരിയ അക്തർ റാസാ ഖാൻ ബറേൽവി, അദ്ദേഹം ലോക പ്രശസ്തനാണെന്ന് മാത്രമല്ല, ജോർദാനിൽ റോയൽ ഇസ്ലാമിക് സൊസൈറ്റി ലോകത്ത് സ്വാധീനമുള്ള വ്യക്തികളെപ്പറ്റി നടത്തിയ സർവേയിൽ 26ാം സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് 27ാമനായിട്ടാണ് ഗദ്ദാഫി കടന്നു വരുന്നത്. അങ്ങനത്തെ മഹാൻ. നമ്മൾ അദ്ദേഹത്തെ കൊച്ചാക്കുകയല്ല. പക്ഷെ സ്പീക്കർ പള്ളി കയറ്റാൻ മൂപ്പരുടെ അനുയായികളും സമ്മതിക്കൂല. കാന്തപുരം അവിടെ പോയാൽ അത് മുണ്ടൂല. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റാണ്. UP-യിലും ബോംബെയിലും ഒക്കെ അവർക്ക് പള്ളികളുണ്ട്. ആ പള്ളികളിലൊന്നും സ്പീക്കർ ഉപയോഗിച്ച് ഖുത്ബ നിർവഹിക്കാനോ ബാങ്ക് വിളിക്കാനോ അവർ സമ്മതിക്കുന്നില്ല. വലിയ പണ്ഡിതനായിരുന്ന ബറേൽവി ആയില ഹസ്രത്ത് അഹമ്മദ് റിളാ ഖാൻ്റെ പേരമകൻ്റെ മകനാണ് ഞാനീ പറഞ്ഞ ഇന്ന് AP വിഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന AP സെക്രട്ടറിയായ സംഘടനയുടെ പ്രസിഡന്റായ മഹാനായ താജു ശരിയ അക്തർ റാസാ ഖാൻ ബറേൽവി. അദ്ദേഹത്തിൻ്റെ സൈറ്റ് ഇൻ്റർനെറ്റിൽ പരിശോധിച്ചാൽ മൂപ്പരുടെ സൈറ്റ് കാണാം. അതിൽ അദ്ദേഹം സ്പീക്കറിൽ കൊത്തുപോതിയാലുണ്ടാകുന്ന, ബാങ്ക് കൊടുത്താലുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി വിശദമായ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഫത്വകളും അതിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് www കേരള സംസ്ഥാന SYF എന്ന സൈറ്റിലേക്ക് നിങ്ങളങ്ങോട്ട് കയറിയാൽ അദ്ദേഹത്തിൻ്റെ സൈറ്റിലേക്ക് നമുക്ക് ലിങ്ക് ഉണ്ട്. നമ്മളുമായിട്ട് അദ്ദേഹത്തിന് ലിങ്ക് ഉണ്ട്. ആ സൈറ്റിലൂടെ മൂപ്പരുടെ കാര്യങ്ങളും അദ്ദേഹം കൊടുത്ത ഫത്വകളും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതേപോലെ ഒരുപാട് പള്ളികൾ, അജ്മീറിൽ ചെന്നാൽ ദായിദിൻ കൽസോം മസ്ജിദ് എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയിൽ സ്പീക്കർ ഉപയോഗിച്ച് ഖുത്ബ ഓതുന്നില്ല. ഖുത്ബയ്ക്കും മറ്റും സ്പീക്കർ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ വരുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ പോയപ്പോൾ സിനിമാ നടൻ മമ്മൂട്ടി സംസ്ഥാനക്കാരനാകേണ്ടി വന്ന അവസ്ഥ അദ്ദേഹം വിവരിക്കുന്നത് കാണാം.
അമേരിക്കയിൽ ചെന്നപ്പോൾ സംസ്ഥാനക്കാരനാകേണ്ടി വന്നു. അദ്ദേഹം തന്നെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയട്ടെ. യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അമേരിക്ക, റോം, ഹോളിവുഡ്, ഗൾഫ് നാടുകൾ, അങ്ങനെ ആ പട്ടിക നീളുന്നു. ലോകത്ത് എവിടെയായിരുന്നാലും വെള്ളിയാഴ്ച ജുമായ്ക്ക് മുടക്കം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കാറുള്ള മമ്മൂട്ടി പാശ്ചാത്യ രാജ്യങ്ങളിലെ പള്ളികളിൽ ജുമായിൽ പങ്കെടുത്ത അനുഭവങ്ങൾ അഭിമാനത്തോടെ വിവരിച്ചു. അമേരിക്കയിലെ മാൻഹാട്ടനിലെ ജുമാ മസ്ജിദിൽ ലോകത്തിലെ സകല സ്പീഷീസിലും പെട്ട മുസ്ലിങ്ങൾ നമസ്കരിക്കാനെത്തുന്നത് നമുക്ക് കാണാം. മുസ്ലിങ്ങളാണെന്ന് പോലും തോന്നാത്ത രൂപത്തിലുള്ള വിവിധ ജനവിഭാഗങ്ങൾ അവരുടെ പലജാതി നമസ്കാരങ്ങൾ ആ പള്ളിയിൽ മൈക്ക് ഉപയോഗിക്കുന്നില്ല. മമ്മൂട്ടി പറയാ, സംസ്ഥാനക്കാരാ, അള്ളാൻ്റെ ദീൻ മനസ്സിലാക്കിയവർ അമേരിക്കയിലുണ്ടാവും. നിങ്ങൾ അവരെ അമേരിക്കയിലെ സംസ്ഥാനക്കാരെന്ന് പറഞ്ഞോ ഏതാവട്ടെ. അവരെ പറ്റി അദ്ദേഹം പറയുന്നത് നിർമ്മാണത്തിലെ, പിന്നെ മൂപ്പര് പറയാം, മൂപ്പർക്ക് ഇതൊന്നും തിരിയില്ലല്ലോ, സംസ്ഥാനം തിരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാവാം, നിർമ്മാണത്തിൽ പ്രത്യേകത കൊണ്ടാവാം ഇമാമിൻ്റെ ഘനഗംഭീരമായ ശബ്ദം മൈക്കിലൂടെ എന്ന വണ്ണം നമുക്ക് കേൾക്കാം. തൂലികയിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം, തൂലികയുടെ വാർഷിക പതിപ്പിൽ വന്ന അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലാണ് ഈ പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ശബ്ദം കേരളത്തിൻ്റെ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ വണ്ടൂരോ നാദാപുരത്തോ ഒതുങ്ങുന്ന ഒരു ശബ്ദമല്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. അപ്പം അതുകൊണ്ട് അവിതർക്കിതമായി എല്ലാവർക്കും തിരിയുന്ന ആ യാഥാർത്ഥ്യം, SSFൻ്റെ ബുള്ളറ്റിൻ പറഞ്ഞ പോലെ വളരെ, അതുമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. SSF ബുള്ളറ്റിനിൽ കക്കാട് മുഹമ്മദ് ഫൈസി മുമ്പ് SSFകാരനായിരുന്ന കാലത്ത് അദ്ദേഹം എഴുതിയാണ് 1995. ഇനി ഒരു വിനീതമായ ആശയം മുസ്ലിം സമൂഹ ശ്രദ്ധയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കട്ടെ. കർമ്മങ്ങളിലും ഇബാദത്തുകളിലുമുള്ള ഐക്യവും ഐക്യരൂപ്യം മാനസിക ഐക്യത്തിന് സുപ്രധാനമാണ്. അദ്ദേഹം പറയാം, നിസ്സാര വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കി മുസ്ലിം ഉമ്മത്തിൻ്റെ കർമ്മ ഐക്യം തകർത്തതാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. സാധുവെന്ന് സർവസമ്മതവും പൗരാണിക സജ്ജന വിശ്വാസികൾ ആചരിച്ചതുമായ മതചടങ്ങുകൾ പഴയ പോലെ നിലനിർത്തുവാൻ എല്ലാവരും തയ്യാറാവുക. എന്നാൽ തർക്കം ഇല്ലാതാവും. അത്രയും ഞങ്ങൾക്കും പറയാനുള്ളൂ. അല്ലാതെ നിങ്ങൾ സംസ്ഥാനക്കാരാവണം എന്നൊന്നും സമസ്തക്കാരോട് ഞങ്ങൾ പറയുന്നില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞതുപോലെ സമ്പത്ത് ജമാഅത്തും സുന്നത്ത് ജമാഅത്തും തമ്മിലുള്ള തർക്കം വളരെ ശക്തമാണ്. തർക്കം അവിടെയുള്ളൂ. സമ്പത്ത് ജമാഅത്താണോ വലുത്? ഈസാ നബി മൂസാ നബിനെക്കാളൊക്കെ വലുത്. ഞങ്ങളുടെ നാട്ടിലൊരു സപ്ലൈ ഓഫീസറുണ്ട്, കൈക്കൂലി വാങ്ങിയപ്പോൾ സ്ഥിരം പിടിക്കപ്പെടും, പിന്നെയും കൈക്കൂലി വാങ്ങും. അപ്പോൾ അയാളോട് ആരോ പറഞ്ഞു, എന്തിനാ അങ്ങനെ നീ വാങ്ങണി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈസാ നബിനെക്കാളും മൂസാ നബിനെക്കാളൊക്കെ വലുത് പൈസാ നബിയാണ്. അപ്പോൾ സുന്നത്ത് ജമാഅത്തിനേക്കാളും വലുത് സമ്പത്ത് ജമാഅത്താണെന്ന് ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിലുള്ള കാലത്തോളം ഇതങ്ങനെ നടന്നു പോകും. പക്ഷെ സമൂഹം ജാഗ്രത പാലിക്കുക, അത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ സമുദായത്തിന് ജുമാ നഷ്ടപ്പെടാനും, ബഹുമാനപ്പെട്ട കിടനൂറും മറ്റൊക്കെ പാടിയതുപോലെ സമുദായത്തിൽ അനൈക്യ പ്രവണതകളും ശത്രുതയും പരസ്പരം കാഫിറാക്കല് വരെ നമ്മൾ മനസ്സിലാക്കുക. ഈ സത്യം പിൻപറ്റാനും സ്വീകരിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. സമുദായത്തിന് സ്വീകാര്യമായ നിലയിൽ ജുമാ ജമാഅത്തുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഐക്യപ്പെടാനും പഴയതിലേക്ക് മടങ്ങിപ്പോകാനും എല്ലാവർക്കും നല്ല ബുദ്ധി അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഈ പരിപാടി സന്തോഷത്തോടുകൂടെ സമങ്കളം സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച ബഹുമാന്യരായ NK ഉസ്താദ് അവർകൾക്കും ഉദ്ഘാടനം ചെയ്ത അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ അവർകൾക്കും വിഷയാവതരിപ്പിച്ച ബഹുമാന്യരായ ഉസ്താദ് അവർകൾക്കും ചർച്ചയിൽ പങ്കെടുത്ത C ഹംസ സാഹിബ് അവർകൾക്കും ഇബ്രാഹിം വഹബി തോണിപ്പാട് അവർകൾക്കും പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ എല്ലാ സഹോദരങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടെ അധ്യക്ഷൻ്റെ അനുമതി പ്രകാരം യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.